അതിൻ്റെ ഇടയ്ക്കാണ് പാലക്കാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ പത്തിരിപ്പാലേൻ്റെ ഇത് കണ്ടത്. ഭയങ്കര തിരക്ക് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഈ ബ്രിഡ്ജിന് മുമ്പിലാണ് ഭയങ്കര തിരക്ക്. അവിടെ ഇറങ്ങിയത് അന്വേഷിച്ചപ്പോഴാണ് അവിടെ കൗണ്ടറുകൾ കുറവാണെന്നാണ് പറയുന്നത്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ കൗണ്ടറെങ്കിലും ഉൾപ്പെടുത്താൻ ഈ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കേണ്ടത്. അതില്ലാതെ എങ്ങനെയാണ് ഇത്രയും ആളുകൾക്കൊക്കെ മദ്യം കൊടുത്ത് കഴിയുക എന്ന് തന്നെ നമുക്ക് അവിടുത്തെ തിരക്ക് കണ്ടാത്തതിനറിയാം. കാരണം ആരിപ്പോൾ ഉച്ചഭക്ഷണത്തിന് വീടെത്തും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് എക്സ്പ്രസ് ന്യൂസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, അത് വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ അത് നമ്മുടെ പ്രേക്ഷകരെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രധാന ഘടകം. ഇനിയിപ്പോൾ തന്നെ 60,000-ഓളം വ്യൂസ്, 60,000-ഓളം പേര് ആ ചാനൽ കണ്ടു കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 300-ഓളം സബ്സ്ക്രൈബർ. എന്തായാലും അത് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കൊരു വലിയൊരു പിന്തുണ ആ ഭാഗത്തെ ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അത് മാത്രമല്ല പഴയന്നൂരത്തെ ജനങ്ങളും പഴയന്നൂരിലെ ആളുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, അതിലിപ്പോൾ നമ്മളോട് ദേഷ്യമുള്ളവരുണ്ടാവും, വെറുപ്പുള്ളവരുണ്ടാവും, ചില പിണക്കങ്ങളുള്ളവരുണ്ടാവും, എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുക.